ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എം ടി ഹെൽമെറ്റിൻ്റെ മോട്ടോ വ്ളോഗിംഗ് സെറ്റപ്പാണ്. അതിൻ്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിൻ്റെ കവറത്ത് മാറ്റിയാലോ. ഇതാണ് എം ടി തണ്ടർ 3 Pro. എനിക്ക് മുന്നേ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ബിൽമോളയുടെ നിഞ്ച ഗ്രീൻ എന്ന് പറയുന്നൊരു ഹെൽമെറ്റായിരുന്നു. അതിന് മുന്നേ എം ടിയുടെ ഒരു ഹെൽമെറ്റ് എനിക്കുണ്ടായിരുന്നു, എം ടി റിവെഞ്ച് GP എന്ന് പറയുന്നൊരു മോഡൽ. ഞാൻ അവിടെ മുകളിൽ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. ഞാൻ 2-3 തവണ എൻ്റെ കഴുത്തിന് ഉളുക്ക് വീണു ആ ഹെൽമെറ്റ് വെച്ച്. അങ്ങനെ പിന്നെ ഞാനത് മാറ്റി 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എം ടിയിലോട്ട് തിരിച്ചു വരുന്നത്. ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഹെൽമെറ്റ് വാങ്ങിയപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതിൽ പഠിക്കാതിരിക്കാൻ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം കോൾ വന്നാലൊക്കെ എടുക്കാൻ പറ്റും. എയറോ ഡൈനാമിക് 4 out of 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹെൽമെറ്റാണ്. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങാൻ കാരണം ഈ എം ടിയുടെ തണ്ടർ 3 Pro ഞാൻ 2-3 ടൈപ്പ് ഓഫ് ഹെൽമെറ്റ് നോക്കിയിരുന്നു. അതിൻ്റെ കളർ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഹെൽമെറ്റ് ഈ കളർ ഗ്രാഫിക്സ് വാങ്ങാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ബൈക്ക് ഭ്രാന്തന്മാർക്കൊക്കെ അറിയാവുന്നൊരു വണ്ടിയുണ്ട്, സൂപ്പർ ബൈക്ക് BMW 1000RR. ആ വണ്ടി കാണുന്ന കളർ ഗ്രാഫിക്സ് സെയിം അതുപോലെയാണ് ഈ ഹെൽമെറ്റിൽ വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും ആ ബൈക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഷെയ്ഡിലുള്ള ഹെൽമെറ്റെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അതെൻ്റെ ഒരു ഡ്രീം ബൈക്കാണ്, എന്നും സ്വപ്നനൊല്ലിയായിട്ട് കാണുന്നൊരു ബൈക്കാണ്. പിന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഈ മുകൾ ഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ കൂടുതൽ വരുന്നുണ്ട്. അത് എനിക്കൊരു അരോചകം പോലെ തോന്നി. പക്ഷേ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പിന്നെ അകത്തുള്ള പാഡിങ് എല്ലാം റിമൂവബിളാണ്, വാഷബിളാണ്. എൻ്റെ ഫസ്റ്റ് ഹെൽമെറ്റായ ബിൽമോളയിൽ മുകളിൽ ഫ്ലോറസെൻ്റ് ഗ്രീൻ ലൈറ്റ് വരുന്ന ഒരു സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. അതിൽ ബാക്ക് സൈഡിൽ ഒരു കണ്ണുണ്ട്. ആ കണ്ണ് ഒരു പടമാണ്. അത് നമ്മൾ നൈറ്റ് റൈഡൊക്കെ പോയിട്ട് വന്ന് റൂമിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അതങ്ങ് ഫ്ലോറസെൻ്റ് ചെയ്യും. ഇത് ഞാൻ ആദ്യ സമയത്ത് ചെറുതായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. റൂമിൽ ഞാൻ നോക്കിയപ്പോൾ ലൈറ്റ് അണയ്ക്കുന്ന സമയത്ത് റൂമിൽ 2 കണ്ണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ആദ്യം ഒരു ഷോക്കായി, പിന്നെ സർപ്രൈസായിരുന്നു. ഇങ്ങനെയായിരുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നത്. ഒരു സർപ്രൈസ് ആയിരുന്നു എനിക്ക് ആ ഹെൽമെറ്റ്. പിന്നെ നമുക്ക് ഈ ഹെൽമെറ്റിൽ ഡബിൾ D ക്ലിപ്പ് വരുന്നുണ്ട്. ബിൽമോളയിൽ ഡബിൾ D അല്ല, ഈസി ക്ലിപ്പിംഗ് ടൈപ്പ് ആയിരുന്നു. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതാകുമ്പോൾ ഡബിൾ D ക്ലിപ്പാണ്. ഇത് കുറച്ചും കൂടി നമുക്ക് ഹെൽമെറ്റ് ടൈറ്റായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇൻ കേസ് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് ഊരി തെറിച്ച് പോകത്തില്ല. പരമാവധി തലയിൽ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഡബിൾ D ക്ലിപ്പിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഈ റെഡ് ലൈനിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് റിലീസ് ചെയ്ത് വരും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് സെറ്റപ്പ്. പിന്നെ സെക്കൻഡ് വൈസർ വരുന്നുണ്ട്. മെയിൻ വൈസർ ഒരു ക്ലിയർ വൈസറാണ്. സെക്കൻഡ് വൈസർ ഒരു സൺ കൂളിംഗ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് മോട്ടോ ബ്ലോഗിംഗ് സെറ്റപ്പിലോട്ട് പോയാലോ. ഇതൊക്കെയാണ് എൻ്റെ ഗിയർസ്. GoPro 13 ബ്ലാക്ക് ഉണ്ട്. പിന്നെ അതിന് കണക്ട് ചെയ്യാനുള്ള മൈക്ക് സോണിയുടെ ECM LV1 എന്ന് പറയുന്ന മൈക്കാണ്. ഇത് സ്റ്റീരിയോ മൈക്കാണ്. മൈക്കിൻ്റെ 2 സൈഡിലും അതിനെ റെക്കോർഡ് ചെയ്യാനുള്ള മൈക്കുണ്ട്. നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് നമ്മളുടെ വോയിസ് വരുന്നത് ആ സൈഡിൽ നിന്ന് അത് ക്യാച്ച് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള ക്ലിപ്പാണ്. അത് സ്റ്റിക്കറിങ് ടൈപ്പാണ്. 3M സ്റ്റിക്കറാണ് വരുന്നത്. 3M എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗമ്മാണ് അതിൽ വരുന്നത്. ആക്ഷൻ പ്രോ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇതിൽ 2 സൈഡിലോട്ടും 2 വിങ്സ് വരുന്നുണ്ട്. സെൻട്രൽ പോർഷൻ പരമാവധി ഒട്ടിയാലും അത് സ്റ്റിക്കറായാലും ഇല്ലെങ്കിലും ഈ 2 സൈഡിൽ കൂടെ പോകുന്ന ആ ഒരു സ്റ്റിക്കർ വളരെ നന്നായിട്ട് ടൈറ്റായിരിക്കും.
അതുകൊണ്ട് ആണ് ഞാനിത് വാങ്ങിയത്. ഓൾറെഡി ഗോപ്രോ വാങ്ങിയപ്പോൾ തന്നെ ഈ ഒരു മൗണ്ട് ചെയ്യാനുള്ള ക്ലിപ്പൊക്കെ അതിലുണ്ടായിരുന്നു. നമുക്കടുത്ത സോണി അതൊന്ന് അൺബോക്സ് ചെയ്താലോ. അതിനകത്ത് പാക്കിങ്ങിൽ വരുന്നത് കുറച്ച് പേപ്പറും കാര്യങ്ങളാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതിൻ്റെ സ്ലിപ്പാണ്. ഇതാണ് മൈക്ക് LVM31. ഈ മൈക്കിലൊരു വിൻഷീൽഡ് വരുന്നുണ്ട്. അതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കിത് തൽക്കാലം മാറ്റി വയ്ക്കാം. ഈ മൈക്കിൽ 2 സൈഡിലും റെക്കോർഡിംഗ് മൈക്ക് വരുന്നുണ്ട്. ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഏത് സൈഡിൽ മൗണ്ട് ചെയ്ത് ഹെൽമെറ്റിനകത്ത് ഏത് സൈഡിൽ വെച്ചാലും അത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ 2 സൈഡിലും മൈക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചാലും മതിയാവും. സ്റ്റീരിയോ L-ഉം R-ഉം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അതിൽ 1.5 മീറ്റർ 1.3 മീറ്റർ വയറാണ് വരുന്നത്. ബോയ പോലെ നീളം കൂടിയ വയറല്ല. അതുകൊണ്ട് ഇതിന് ഹെൽമെറ്റിനകത്ത് ഈസി ആയിട്ട് നമുക്കിത് എവിടെയെങ്കിലും എടുത്ത് വെക്കാൻ പറ്റും. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. പേഡിങ് ഇളക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. ഇതൊരു വാങ്ങിയിട്ട് ഞാൻ ഇളക്കിയിട്ടില്ല. ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ഓൾറെഡി ഞാൻ അതിനകത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ അവർ തന്നെയാണ് എനിക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പേഡ് ഇളക്കുന്നത്. പേഡ് ഇടയ്ക്കിടയ്ക്ക് ഊരി എടുക്കുമ്പോൾ അത് അതിനകത്ത് അത്ര ലൂസായി പോകും. പിന്നെ ആ ഒരു കംഫർട്ടബിൾ ഉണ്ടാകത്തില്ല. എന്നാലും ഒരിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് 2 ക്യാമറകൾ 2 സൈഡിലും ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിനി ഫുൾ പേഡ് ഇളക്കിയാലോ. പേഡ് ഒരു ഇതെല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇളക്കാനുള്ളൂ. ഇത് ഹെഡിൽ വരുന്ന ഒരു പോർഷനാണ്. ഈ കാണുന്നതാണ് എൻ്റെ ബ്ലൂടൂത്ത് മൈക്കിൻ്റെ സ്പീക്കറിൻ്റെ ലൈൻ. C ടൈപ്പ് പിന്നാണ് വരുന്നത്. ഇതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മൈക്ക് സ്പീക്കർ ഇവിടെയാണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും വരുന്നുണ്ട്. അകത്തുള്ള ഇൻസുലേഷനൊക്കെ മാക്സിമം നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവും. വയറ് വലിച്ചു വാരിയിടാതെ എല്ലാം കൃത്യമായിട്ട് നമുക്കൊരു ലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല. സ്പീക്കറും മൈക്കും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പാഡൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. സാധാരണ ഞാൻ എന്തെങ്കിലും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി വരും. ഇപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സൈക്കിളായാലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൈക്കുകളായാലും എന്തെങ്കിലും ആവശ്യത്തിന് നെട്ടോ ബോൾട്ടോ അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ലാസ്റ്റ് 1-2 നെട്ടും ബോൾട്ടും ബാക്കി വരും. അതാണ് ഒരു കുഴപ്പം. ഇത്തവണ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്.
മൈക്ക് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മൈക്കിൽ അതിൻ്റെ ആ ഒരു ലൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വയറൊക്കെ പരമാവധി സേഫായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഹെൽമെറ്റ് മൗണ്ട് ഒട്ടിച്ചാലോ? ക്യാമറ ഇതിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനു മുന്നേ ഇതിൻ്റെ ക്ലിപ്പൊന്ന് നമുക്ക് അഴിച്ചു മാറ്റാം. ആദ്യം നമുക്കിതിൻ്റെ അളവെടുത്ത് നോക്കണം. ഇതെവിടെയാണ് ഒട്ടിക്കുന്നത്, ഏതെങ്കിലും സൈഡിൽ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ടോ. ഇതിൻ്റെ കർവ് പോലെ അല്ല ഹെൽമെറ്റിൻ്റെ കർവ്, അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ട് സൈഡിലെ വിങ്സ് ഉള്ളതുകൊണ്ട് ആ സൈഡ് സപ്പോർട്ട് ചെയ്ത് നിന്നോളും. അതാണ് ആകെ ഒരു പ്രതീക്ഷയും അത് തന്നെയാണ്. നോക്കിയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. നോക്കിയപ്പോൾ ഇതുവഴി കൂടെ അപ്പുറ സൈഡ് കാണുന്നുണ്ട്, ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. പക്ഷെ പേടിക്കാനില്ല, രണ്ട് സൈഡിൽ സപ്പോർട്ടിങ് സ്റ്റിക്കർ വരുന്നുള്ളതുകൊണ്ട് പേടിക്കാനില്ല. പിന്നെ ഞാനിത് ഓൾറെഡി 2 വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് അടുത്ത വേറൊരു ഐഡിയ ഉപയോഗിക്കാം. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാക്കേണ്ടതുണ്ട്. 3M സ്റ്റിക്കറാണ്, ഭയങ്കര ഹാർഡാണ് വലിച്ചിളക്കാനൊക്കെ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ വലിച്ചിളക്കിയിട്ടുണ്ട്. സാധാരണ സ്റ്റിക്കർ ഊരി എടുക്കും പോലെ അല്ല, കുറച്ച് ടഫായിരുന്നു. ഇനി നമുക്കിതിനൊന്ന് ചൂടാക്കാം. കൈ ചെറുതായിട്ടൊന്ന് ചൂടായി. നമുക്കതൊന്ന് കൃത്യമായിട്ട് നോക്കണം. കറക്റ്റായിട്ട് കൊണ്ട് അവിടെ ആ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതുണ്ട്. ഏതാണ്ട് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഈ 2 സൈഡ് വിങ്സിൽ ഒട്ടിക്കുന്നതാണ് എൻ്റെ ആകെയുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഇനി സെൻറ്റർ ഏരിയയിലെ ഗ്യാപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. അത് ഞാൻ മാക്സിമം പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ അത് ബെൻഡാവാനും പാടില്ല. ബെൻഡായാലും ആ മൗണ്ടിലെ ക്ലിപ്പ് കറക്റ്റായിട്ട് നിൽക്കില്ല. അങ്ങനെയും ഒരു ഇഷ്യൂ ഉണ്ട്. നല്ല മാക്സിമം പ്രസ് ചെയ്ത് ഒട്ടിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ നോക്കാം, നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. പക്ഷെ അതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. ഓക്കെ, അടുത്ത ക്യാമറ നമുക്കൊന്ന് ഇതിൽ ഫിറ്റ് ചെയ്താലോ? ഇത് ബ്രാൻഡ് ന്യൂ GoPro 13 Black ആണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഈ ഗിയറെല്ലാം വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഇത് സമയം കിട്ടുമ്പോൾ വേണം ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കരുതി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ക്യാമറ അതിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറയിൽ ഫിറ്റ് ചെയ്ത് നോക്കാം, ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഹെൽമെറ്റിൽ നിന്ന് ഒത്തിരി ദൂരമില്ല. ഹെൽമെറ്റ് വളരെ ചേർന്ന് തന്നെയാണ് ക്യാമറ ഉള്ളത്. അതൊരു നല്ല കാര്യമാണ്. മാക്സിമം ഹെൽമെറ്റിന് അടുത്ത് തന്നെ ഉണ്ട്, ദൂരോട്ട് നീങ്ങി പോയിട്ടില്ല. പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് റോഡിൽ ഇറങ്ങിയിട്ടുണ്ടോ? അതാ ബാക്കി വന്നു. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് ബാക്കി വരുമെന്ന്. ഇതാ ബാക്കി വന്നു. ചിൻഗാർഡാണെന്ന് തോന്നുന്നു. ഇനി ഇതും കൂടി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. സോണിയുടെ മൈക്കുണ്ട്, എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഒരു ലൈനിൽ തന്നെ വന്നു എന്നുള്ളത് ഒരു വയറിങ്ങിനൊരു ഡീസൻസി ഉണ്ട്. ഈ ക്ലിപ്പ് കുറേ നേരമായിട്ട് എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെയാണ് ഈ ക്ലിപ്പ് അതിനകത്ത് ചെയ്യേണ്ടത്. അവിടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.